വേറെ ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾക്ക് കിഡ്നി ഇഞ്ചുറി വരാം. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്ന അസുഖങ്ങളുണ്ട്. ക്രോണിക് കിഡ്നി ഡിസീസ്, ഡയബറ്റിസ്, ഹൈപ്പർടെൻഷൻ അങ്ങനത്തെ അസുഖങ്ങൾ മൂലം വരുന്ന ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ട്. യൂറിനിൽ പ്രോട്ടീൻ പോകുന്ന തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി വരുന്നത് പല സ്റ്റേജസിലുണ്ട്. സ്റ്റേജ് 3 ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഡയാലിസിസ് റിക്വയർമെന്റ് വരെ വന്നെന്നിരിക്കും. അത് 3 മാസത്തിൽ കൂടുതൽ ആ ഡാമേജ് നിൽക്കുമ്പോഴാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ കോസ് ആയിട്ട് വരുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഡയബറ്റിസ് നിൽക്കുമ്പോൾ അൺകൺട്രോൾഡ് ഷുഗേഴ്സ് എസ്പെഷ്യലി നിൽക്കുമ്പോൾ നമ്മളുടെ കിഡ്നിയിലെ പ്രഷർ വർദ്ധിക്കുകയും പ്രോട്ടീൻ ലോസ്, യൂറിനിൽ പ്രോട്ടീൻ ലീക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാവുന്ന കിഡ്നി ഡിസീസസ് ഉണ്ട്. പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, നമ്മളുടെ പാരൻസിന്, ഗ്രാൻഡ് പാരൻസിനൊക്കെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾക്കും കിഡ്നി ഡിസീസ് വരുന്ന ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ചികിത്സയുടെ ലക്ഷ്യം അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രോഗികളെ ഡയാലിസിസിൽ എത്തിക്കാതിരിക്കുക, അവരുടെ കിഡ്നി ഫംഗ്ഷൻ പ്രൊലോങ് ചെയ്തു പോകാനുള്ള ചികിത്സകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. Welcome back to Vital Voices. Today we have a very special guest, Dr. Vidya, who's the consultant nephrologist of SP Medifort Hospital. We'll be talking about kidney health and specifically about dialysis. Welcome, doctor. Welcome to our show. Thank you. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ ഡിസീസസ് ആണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്? നെഫ്രോളജി എന്ന് പറയുന്നത് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. കിഡ്നീസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്കറിയാം, ഒരു ആൾക്ക്, ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് മനുഷ്യ ശരീരത്തിൽ 2 വൃക്കകളുണ്ട്. വൃക്കകൾ അല്ലെങ്കിൽ കിഡ്നി, 2 കിഡ്നീസ് ഉണ്ട്. കിഡ്നിയുടെ നോർമൽ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക എന്നതാണ്. പമ്പ് ചെയ്ത് വരുന്ന ബ്ലഡ് കിഡ്നിയിലൂടെ കടന്നു പോവുകയും ഓരോ മിനിറ്റിലും ഒരു 120 ml/minute എന്ന രീതിയിൽ കിഡ്നിയിൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യപ്പെടും. കിഡ്നിയിലെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് വേസ്റ്റുകൾ യൂറിനിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. അതുകൂടെ കിഡ്നിയുടെ അതർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഹീമോഗ്ലോബിൻ, നമ്മളുടെ രക്തത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിൽ കിഡ്നിക്ക് ഒരു റോൾ ഉണ്ട്. കിഡ്നിയിൽ നിന്നാണ് എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാവുന്നത്. ഇത് ഹീമോഗ്ലോബിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റെനിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. യൂറിനിലൂടെ പോകുന്ന സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം ഇതുപോലെയുള്ള ധാതുക്കൾ, ഇലക്ട്രോലൈറ്റ്സിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കിഡ്നിക്ക് റോളുണ്ട്. ഇതിൽ വരുന്ന ഈ ഫംഗ്ഷനുകളിൽ വരുന്ന വ്യതിയാനങ്ങളാണ് കിഡ്നി അസുഖങ്ങളായിട്ട് വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്ന അസുഖങ്ങളുണ്ട്. ക്രോണിക് കിഡ്നി ഡിസീസ്, ഡയബറ്റിസ്, ഹൈപ്പർടെൻഷൻ അങ്ങനത്തെ അസുഖങ്ങൾ മൂലം വരുന്ന ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ട്. യൂറിനിൽ പ്രോട്ടീൻ പോകുന്ന തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഗ്ലോമറുലാർ ഡിസീസ് എന്ന് പറയുന്ന അസുഖങ്ങളുണ്ട്. കിഡ്നിയിൽ സ്റ്റോൺസ് വരാം, യൂറിൻ ഇൻഫെക്ഷൻ വരാം, യൂറിനിലെ ഇൻഫെക്ഷൻ കിഡ്നിയിലേക്ക് പടർന്നു വരാം, പൈലോനെഫ്രൈറ്റിസ്, കിഡ്നിയിൽ ഇൻഫെക്ഷൻസ് വരാം. ഇങ്ങനത്തെ അസുഖങ്ങളാണ്, ഇതാണ് മെയിൻ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. ഇതാണ് നമ്മൾ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഡോക്ടർ, ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് കിഡ്നി ഡിസീസസ് വരാനുള്ള ചാൻസസ് ഉണ്ടോ? വേറെ ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾക്ക് കിഡ്നി ഇഞ്ചുറി വരാം. എങ്ങനെയെന്ന് വെച്ചാൽ ഇതന്നെയാണ് നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. മുമ്പ് കിഡ്നി സംബന്ധമായ ഒരു അസുഖങ്ങളും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് വരുന്ന കിഡ്നി ഇഞ്ചുറിയാണ് അക്യൂട്ട്, ദിവസങ്ങൾക്കുള്ളിൽ വരുന്ന ഇഞ്ചുറിയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ഇത് സാധാരണമായി എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ സംബന്ധമായിട്ട് വരാം. എലിപ്പനി, ചെള്ളുപനി, യൂറിൻ ഇൻഫെക്ഷൻ, അങ്ങനെ നമ്മൾക്ക് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി വരാവുന്നതാണ്. അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് വന്ന് കിഡ്നിയിൽ യൂറിൻ ബ്ലോക്ക് വന്ന് കിഡ്നി ഇഞ്ചുറി വരാം. അതും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആയിട്ട് നമ്മൾക്ക് പ്രസന്റ് ചെയ്യാം. ഏത് തരത്തിലുള്ള ഇൻഫെക്ഷനും ക്രമാതീതമായി നമ്മുടെ ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെപ്സിസ് എന്ന കണ്ടീഷനിലേക്ക് പോകുന്നു. നമ്മളുടെ ബ്ലഡിലേക്ക് ആ ഇൻഫെക്ഷൻ പടർന്നു കയറുമ്പോൾ മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ വരുന്നതിൻ്റെ കൂട്ടത്തിൽ കിഡ്നി ഇഞ്ചുറി വരാം, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി വരാം. ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം വേറെ മുമ്പ് ഒരു അസുഖവും ഇല്ലാത്ത ഒരാൾക്ക് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി വരുന്നു. ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി വരുന്നത് പല സ്റ്റേജസിലുണ്ട്. സ്റ്റേജ് 1 AKI, സ്റ്റേജ് 2 AKI, സ്റ്റേജ് 3 AKI. സ്റ്റേജ് 3 AKI വരുമ്പോൾ ചിലപ്പോൾ ഡയാലിസിസ് റിക്വയർമെന്റ് വരെ വന്നെന്നിരിക്കാം. അപ്പോൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി സ്റ്റേജ് 3 AKI, ഡയാലിസിസ് റിക്വയറിങ് AKI ആയിട്ടും പോകും. പ്രത്യേകിച്ച് ICUവിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, സെപ്സിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെപ്സിസ്, ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് ആകുമ്പോൾ ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ ഗ്രേഡ്
കൂടാനും യൂറിൻ്റെ അളവ് കുറയാനും ക്രിയാറ്റിനിൻ ക്രമാതീതമായി വർദ്ധിക്കാനും അവർക്ക് ഡയാലിസിസ് റിക്വയർമെന്റ് വരാനും സാധ്യതയുണ്ട്. അക്യൂട്ട് കിഡ്നി ഇഞ്ചറി ഡയാലിസിസ് റിക്വയർമെന്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഹീമോ ഡയാലിസിസ് രക്ത ഡയാലിസിസ് ചെയ്യുന്നത് പോലെയല്ല. ഈ പേഷ്യൻസിന്റെ BP കുറവായിരിക്കാം, മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ, ഇൻഫെക്ഷൻ വന്ന് ഹാർട്ട് അഫക്റ്റഡ് ആയിരിക്കാം, ലിവർ അഫക്റ്റഡ് ആയിരിക്കാം, അതിൻ്റെ കൂടെ കിഡ്നി അഫക്റ്റഡ് ആയിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്ക് വളരെ സ്ലോ ആയിട്ട് ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യം വരാം. എസ്പെഷ്യലി സസ്റ്റെയിൻ ലോ എഫിഷ്യൻസി ഡയാലിസിസ്. നമ്മൾ നോർമലി 4 മണിക്കൂർ ചെയ്യുന്ന ഡയാലിസിസിന് പകരം 6 മണിക്കൂറോ 8 മണിക്കൂറോ സ്ലോ ആയിട്ട് ഡയാലിസിസ് ചെയ്യേണ്ട ആവശ്യം അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയിൽ വരാം. അതുപോലെ വളരെ BP വളരെ കുറവാണ്, 2-3 മരുന്നുകളിലാണ് BP മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി CRRT എന്ന ആവശ്യം അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയിലും ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസിലും ആവശ്യം വരാം. ഇത് വളരെ സ്ലോ ആയിട്ട് നമ്മളെ നോർമൽ കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നത് പോലെ വളരെ സ്ലോ ആയി 24 മണിക്കൂർ, 48 മണിക്കൂർ, 72 മണിക്കൂർ എല്ലാം പോകുന്ന രീതിയിലാണ് CRRT നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനത്തെ ഗ്രേഡുകളിൽ വരെ AKI അഫക്റ്റഡ് ആവും. ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഇത് റിവേഴ്സിബിൾ ആണോ? നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയാലിസിസ്? ഓക്കെ, അക്യൂട്ട് കിഡ്നി ഇഞ്ചറി നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ പല സ്റ്റേജസിലുണ്ട്. സ്റ്റേജ് 1, 2, 3. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ഒക്കെ പല ഡിഗ്രിയിലാണ് നമ്മുടെ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നത്. വളരെ ചെറിയ എലിവേഷൻസ് ഇൻ ക്രിയാറ്റിനിൻ വരുന്നത് നമ്മളുടെ ഇപ്പോഴുള്ള കോസ്, എക്സാമ്പിൾ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എലിപ്പനി, അത് സെറ്റിൽ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു 2 ആഴ്ച തൊട്ട് 2 മാസം സമയത്തിനുള്ളിൽ ക്രിയാറ്റിനിൻ കുറഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റേജ് 3 AKIയിൽ കിഡ്നിക്ക് ഉണ്ടാകുന്ന ഡാമേജിന്റെ ഡിഗ്രി കൂടുന്നു. സോ അതിന്റെ റിവേഴ്സിബിലിറ്റി പൂർണ്ണമായും അത് നമ്മുടെ നോർമൽ റീനൽ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരുമോ എന്നത് നമുക്ക് ഇൻഫെക്ഷൻ സെറ്റിൽ ചെയ്യുന്നതും 3 മാസത്തെ സമയത്തിലും തന്നെ അറിയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചറി എന്നത് ക്രോണിക് കിഡ്നി ഡിസീസിന്റെ ഒരു റിസ്ക് ഫാക്ടർ ആയിട്ടാണ് ഇപ്പോൾ കണക്കിലാക്കുന്നത്. മുമ്പ് നമ്മൾക്ക് ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചറി വന്നിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരു ഡയാലിസിസ് റിക്വയറിങ് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടായ ഡാമേജ് നമുക്ക് പിൻകാലത്ത് നമുക്ക് ക്രോണിക് കിഡ്നി ഡിസീസ് വരാനുള്ളൊരു റിസ്ക് ഫാക്ടർ ആയിട്ടാണ് കണക്കിലാക്കുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞല്ലോ, അതിനെന്തെങ്കിലും സ്പെസിഫിക് കോസ് ഉണ്ടോ? ക്രോണിക് കിഡ്നി ഡിസീസ് എന്നത് നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്ന്, നമ്മൾക്ക് 3 മാസത്തിൽ കൂടുതൽ നിൽക്കുന്ന കിഡ്നി ഇഞ്ചറി, ക്രിയാറ്റിനിൻ എലിവേഷൻ വരുന്നു, ഇൻക്രീസ് ഇൻ ക്രിയാറ്റിനിൻ വരുന്നു, അത് 3 മാസത്തിൽ കൂടുതൽ ആ ഡാമേജ് നിൽക്കുമ്പോഴാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ യൂറിൻ പ്രോട്ടീൻ പോകുന്ന അളവ് വെച്ചിട്ട് നമ്മൾക്കത് പറയാൻ പറ്റും. ഇല്ലെങ്കിൽ കിഡ്നികൾ ചുരുങ്ങിപ്പോകുന്നു. നമ്മളുടെ നോർമൽ ഒരു കിഡ്നിയുടെ സൈസ് എന്ന് പറയുന്നത് 9 to 11 സെൻറ്റിമീറ്റർ ആണ്. കിഡ്നിയുടെ സൈസ് 7 സെൻറ്റിമീറ്റർ ആണ്. ചുരുങ്ങി പോകുന്നു എന്നതും ക്രോണിക് കിഡ്നി ഡിസീസിന്റെ വിഭാഗത്തിൽ വരുന്നു. ഇങ്ങനെ വരുന്ന ക്രോണിക് കിഡ്നി ഡിസീസിന്റെ കോമൺ കോസസ് എന്ന് പറയുന്നത്, മോസ്റ്റ് കോമൺ കോസ് ആയിട്ട് വരുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഡയബറ്റിസ്, പ്രമേഹ രോഗം എന്നത് കിഡ്നികളെ അഫക്റ്റ് ചെയ്യാവുന്നതാണ്. ലോങ് ടേം ഡയബറ്റിസ്, അൺകൺട്രോൾ ഡയബറ്റിസ് എന്നത് ക്രോണിക് കിഡ്നി ഡിസീസിന്റെ ഒരു മോസ്റ്റ് കോമൺ റിസ്ക് ഫാക്ടറാണ്. പിന്നെ ഉള്ളത് ഹൈപ്പർ ടെൻഷൻ, സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ കിഡ്നി ഡിസീസിലേക്ക് നയിക്കാവുന്നതാണ്. കിഡ്നി സ്റ്റോൺസ്, റിക്കറൻ്റ് ആയിട്ട് വരുന്ന കിഡ്നി ഇൻഫെക്ഷൻസ്, ഗ്ലോമർല ഡിസീസസ്, IgA നെഫ്രോപ്പതി തുടങ്ങിയ ഗ്ലോമർല ഡിസീസസ് ക്രോണിക് കിഡ്നി ഡിസീസസിലേക്ക് നയിക്കാവുന്നതാണ്. അതർ ജനറ്റിക് ഡിസീസസ്, നമുക്ക് ഫെമീലിയലായിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാവുന്ന കിഡ്നി ഡിസീസസ് ഉണ്ട്. ഉദാഹരണത്തിന് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, നമ്മളുടെ പാരൻസിന്, ഗ്രാൻഡ് പാരൻസിനൊക്കെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മൾക്കും കിഡ്നി ഡിസീസ് വരുന്ന ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതാണ് കോമൺ ആയിട്ട് നമ്മളുടെ ക്രോണിക് കിഡ്നി ഡിസീസിന്റെ കോസസ് ആയിട്ട് വരുന്നത്. ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസസ് അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഡയബറ്റിസ് ആണ് നമ്മളുടെ ഒരു മോസ്റ്റ് കോമൺ കോസ് ഓഫ് കിഡ്നി ഡിസീസ്. ഡയബറ്റിസ് നിൽക്കുമ്പോൾ അൺകൺട്രോൾഡ് ഷുഗേഴ്സ് എസ്പെഷ്യലി നിൽക്കുമ്പോൾ നമ്മളുടെ കിഡ്നിയിലെ പ്രഷർ വർദ്ധിക്കുകയും പ്രോട്ടീൻ ലോസ്, യൂറിനിൽ പ്രോട്ടീൻ ലീക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ കിഡ്നിയുടെ സെൽസിന് ഡയബറ്റിസ്, അൺകൺട്രോൾഡ് ഡയബറ്റിസ് കാരണമുള്ള ഡാമേജസ് വരുന്നു, ബ്ലഡ് വെസൽസിൽ വ്യത്യാസങ്ങൾ വരുന്നു. ഇതാണ് നമ്മളുടെ ലോങ് ടേമിൽ നമ്മുടെ കിഡ്നി ഡിസീസ് ഉണ്ടാവാനുള്ള കാരണം. സോ ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ഇനീഷ്യലി ക്രിയാറ്റിനിൻ കൂടുന്നതിലും എല്ലാം മുമ്പ് ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് യൂറിനിൽ പ്രോട്ടീൻ പോകുന്നത് ടെസ്റ്റാണ്. യൂറിൻ പ്രോട്ടീൻ പോകുന്നത് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിനൊപ്പം കൃത്യമായ ഇൻ്റർവെൽസിൽ യൂറിൻ പ്രോട്ടീൻ അളവ്, യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ ചെക്ക് ചെയ്യുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അവർ ബ്ലഡ് പ്രഷർ, ഷുഗർ ഉള്ള ആൾക്കാർ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യും, നോർമൽ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂറിനിൽ പ്രോട്ടീൻ ലീക്ക് ഉണ്ടാകുമ്പോൾ യൂറിൻ പ്രോട്ടീൻ ലീക്ക് കുറയ്ക്കാനുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഡയബറ്റിസ് ഷുഗറിന് കൊടുക്കുന്ന മരുന്നുകളിലൂടെയും
ബ്ലഡ് പ്രഷറിന് കൊടുക്കുന്ന മരുന്നുകളിലൂടെയും അല്ലാത്ത നൂതനമായ മരുന്നുകളിലൂടെ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ നമ്മൾക്ക് സാധ്യമാണ്. സോ പണ്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യൂറിൻ പ്രോട്ടീനിൻ്റെ അളവ് നിയന്ത്രിക്കുകയും കിഡ്നി ഡാമേജ് വരുന്നത് ഡിലേ ചെയ്യാനും നമ്മൾക്ക് സാധിക്കുന്നു. ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസസ് ഉള്ളവർ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഡയാലിസിസ് ആണോ മോസ്റ്റ് കോമൺലി നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, ഡയബറ്റിക് കിഡ്നി ഡിസീസിന് സെവറൽ സ്റ്റേജസ് ഉണ്ട്. ഡയബറ്റിക് കിഡ്നി ഡിസീസ് ഒരു കോമൺ കോസ് ഓഫ് കിഡ്നി ഡിസീസാണ്. ഡയാലിസിസ് രോഗികളെ നോക്കുമ്പോഴും അതിൻ്റെ ഒരു കോമൺ കോസാണ് ഡയബറ്റിക് കിഡ്നി ഡിസീസ്. എന്നാൽ നമ്മളുടെ ചികിത്സയുടെ ലക്ഷ്യം അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രോഗികളെ ഡയാലിസിസിൽ എത്തിക്കാതിരിക്കുക, അവരുടെ കിഡ്നി ഫങ്ഷൻ പ്രൊലോങ് ചെയ്ത് പോകാനുള്ള ചികിത്സകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ഡയബറ്റിസ് ഉള്ളവർ വളരെ കൃത്യമായി അവരുടെ ബ്ലഡ് ഷുഗേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ബ്ലഡ് പ്രഷേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഡയബറ്റിക് രോഗികൾക്ക് ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ വരിക എന്നത് കിഡ്നി ഡിസീസ് വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വരാം. സോ അവരുടെ ബ്ലഡ് പ്രഷർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂറിനിൽ പ്രോട്ടീൻ പോകുന്നതിൻ്റെ അളവ് കൃത്യമായി നോക്കുകയും യൂറിൻ പ്രോട്ടീൻ പോകുന്നത് കുറയ്ക്കാനുള്ള മെഡിസിൻസ് എടുക്കുക എന്നതും ഇവരുടെ കിഡ്നി പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഡയബറ്റിസ് മൂലം കിഡ്നി ഡിസീസ് വന്ന രോഗികൾക്ക് ക്രിയാറ്റിനിൻ കൂടി വന്നതിന് ശേഷം ഇത്തരം ചികിത്സകൾ നമ്മളുടെ ഡയാലിസിസിൽ എത്തുന്നത് വരെയുള്ള ടൈം പ്രൊലോങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിനിൻ കൂടി വരുമ്പോൾ പല രോഗികളും നമ്മളുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 25 വർഷമായി ഷുഗർ ഉണ്ട്, ഇപ്പോൾ എൻ്റെ ഷുഗർ മെയിൻറ്റെയിൻഡ് ആണ്, പക്ഷെ ഇപ്പം എൻ്റെ ക്രിയാറ്റിനിൻ കൂടുതലാണ് എന്ന് പറയും. ഇപ്പം ക്രിയാറ്റിനിൻ 3 ആയിരിക്കും, 4 ആയിരിക്കും, ഇപ്പം എനിക്ക് ഇൻസുലിൻ ഒക്കെ കുറച്ച് മതി, എൻ്റെ ഷുഗേഴ്സ് വളരെ കൺട്രോൾഡ് ആണ്, പക്ഷെ എൻ്റെ ക്രിയാറ്റിനിൻ കൂടി പോകുന്നു. റെഗുലറായിട്ട് നമ്മളോട് പേഷ്യൻസ് പറയുന്ന കാര്യമാണ്. പക്ഷെ അവരോട് തിരിച്ചു ചോദിക്കുമ്പോൾ ഒരു 5 വർഷം മുമ്പ് വരെ 20 വർഷമായി ഷുഗേഴ്സ് അൺകൺട്രോൾഡ് ആയിരുന്നു, ഇപ്പോൾ ഒരു 5 വർഷമായി ഷുഗർ കുറഞ്ഞു വരുന്നുണ്ട്, ക്രിയാറ്റിനിൻ കൂടി വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിനിൻ കൂടി വരുമ്പോൾ, കിഡ്നി ഡാമേജ് വരുമ്പോൾ നമ്മൾക്ക് ആവശ്യം വരുന്ന ഇൻസുലിൻ്റെ അളവും മരുന്നിൻ്റെ അളവും കുറഞ്ഞു വരും. ബിക്കോസ് ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യുന്നത് കിഡ്നിയിലൂടെയാണ്. സോ കിഡ്നി ഡാമേജ് വരുമ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു വരികയും നമ്മളുടെ ഷുഗേഴ്സ് കൺട്രോൾഡായി വരുന്നത് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ അർത്ഥം ഷുഗേഴ്സ് കൺട്രോളായി ഇനി എൻ്റെ ക്രിയാറ്റിനിൻ കൂടില്ല എന്നല്ല. നമ്മൾക്ക് ഇനീഷ്യൽ സമയത്ത് നമ്മൾ ഡയബറ്റിസ് കണ്ടുപിടിച്ച് അതിൻ്റെ ഇനീഷ്യൽ പീരീഡിൽ ഷുഗേഴ്സ് വളരെ കൺട്രോൾ ചെയ്ത് വെക്കുക എന്നത് കിഡ്നി ഡാമേജ് ലേറ്റർ വരാതിരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനീഷ്യലി രോഗികൾക്കുള്ളൊരു വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞാലും ഞാൻ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ, ഷുഗറിന് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല. അതും ഒരു മിഥ്യാധാരണയാണ്. ബിക്കോസ് ഷുഗറിന് മരുന്ന് കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഷുഗർ കൺട്രോളിലാവാതിരിക്കാനും ഷുഗർ കൂടിയത് മൂലമുള്ള കോംപ്ലിക്കേഷൻസ്, ഡയബറ്റിക് റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, കിഡ്നി ഡിസീസസ് വരാനുള്ള റിസ്ക് കൂടുകയും ചെയ്യുന്നു. സോ ഷുഗർ കൺട്രോളിൽ വെക്കുക, എസ്പെഷ്യലി ഇനീഷ്യൽ ഫേസസ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസിൽ ഷുഗർ കൺട്രോളിൽ വെക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയാറ്റിനിൻ കൂടിയതിന് ശേഷം ഷുഗർ കൺട്രോളിൽ വെക്കുന്നതിലൂടെ നമ്മൾക്ക് കിഡ്നി ഡാമേജ് ഒരു പരിധിവരെ കുറയ്ക്കാനാകുന്നില്ല. എന്നാൽ ഇനീഷ്യൽ ലെവൽസിൽ നമ്മൾ ഷുഗർ കൺട്രോളിൽ വെക്കുകയാണെങ്കിൽ കിഡ്നിയിലേക്കുള്ള പ്രോട്ടീൻ ലീക്ക് കുറയാനും കിഡ്നിയിലെ പ്രഷേഴ്സ് കുറയാനും അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ സ്വെല്ലിങ്, അതായത് ലിംസിലെ, അതായത് കാലുകളിൽ സ്വെല്ലിങ് വരുമ്പോൾ കിഡ്നി ഡിസീസസ് ഉണ്ട്, അതിൻ്റെ ഒരു സൈൻ ആണെന്ന്. ഇസ് ഇറ്റ് ട്രൂ? കാലിൽ നീര് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടുവരാം. ഹാർട്ട് ഫെയിലിയർ കൊണ്ടുവരാം, ലിവർ ഫെയിലിയർ കൊണ്ടുവരാം, കിഡ്നി ഫെയിലിയർ കൊണ്ടുവരാം. എന്നാൽ കിഡ്നി ഫെയിലിയറിൻ്റെ ഒരു സൈനാണ് കാലിൽ നീര് വരിക എന്നത്. എല്ലാ ടൈപ്പ് ഓഫ് കിഡ്നി ഡിസീസസിലും നീര് വരണമെന്നില്ല. എന്നാൽ കോമൺ കോസസ് ഓഫ് കിഡ്നി ഡിസീസസിൽ യൂറിനിൽ പ്രോട്ടീൻ പോകുന്നതിലും നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ്റെ അളവ് കുറയാനും സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് കിഡ്നി ഡിസീസിൻ്റെ ഒരു സൂചനയാണ് കാലിൽ നീര് വരുന്നത്. കാലിൽ നീര് വരുന്ന എല്ലാവർക്കും കിഡ്നി ഡിസീസ് ഉണ്ട് എന്ന അർത്ഥമില്ല. അത് പലതരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ടും കാലിൽ നീര് വരാം. പക്ഷെ കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് കാലിൽ നീര് വരാം. എന്നാൽ കാലിൽ നീരില്ലാത്ത ഒരാൾക്കും കിഡ്നി ഡിസീസ് ഉണ്ടാകാം. ഈ നോൺ പ്രോട്ടീന്യൂറിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് ഉണ്ട്. ക്രോണിക് ട്യൂബുലോ ഇൻഡസ്ട്രീഷ്യൽ കിഡ്നി ഡിസീസ് എന്നെല്ലാം പറയുന്ന ടൈപ്പ് ഓഫ് കിഡ്നി ഡിസീസസ്. ഉദാഹരണത്തിന് നമ്മൾ കുറേ നാൾ NSAID വേദന സംഹാരികൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ, വേദന സംഹാരികൾ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷനായിട്ട് കടയിൽ പോയി തലവേദനയ്ക്കോ മുട്ടുവേദനയ്ക്കോ നാളുകളോളം വർഷങ്ങളോളം വേദന സംഹാരികൾ കഴിച്ചു വരുന്ന ആൾക്കാർക്ക് കിഡ്നി ഡിസീസസ് വരാം. അങ്ങനെയുള്ളവർക്കൊന്നും കാലിൽ നീര് അത്രയും വരണമെന്നില്ല. അതേസമയം ഡയബറ്റിസ് കാരണമോ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോമർല ഡിസീസസ് എന്ന് പറയുന്ന യൂറിനിൽ പ്രോട്ടീൻ പോകുന്ന കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് കാലിൽ നീര് വരുന്നത് കിഡ്നി ഫെയിലിയറിൻ്റെ ഒരു സൈനാണ്. ഇപ്പം നമ്മൾ ഒരു
കിഡ്നി ഡിസീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ വെൻ ഡു യു സ്റ്റാർട്ട് എ ഡയാലിസിസ് ഫോർ ദാറ്റ് പേഷ്യൻറ്റ്? നമ്മളോട് രോഗികൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംശയമാണിത്. എൻ്റെ ക്രിയാറ്റിനിൻ എത്രയാവുമ്പോഴാണ് എനിക്ക് ഡയാലിസിസ് ആവശ്യം വരുന്നത്? സോ ക്രിയാറ്റിനിൻ എന്നത് ഒരു കിഡ്നി ഫംഗ്ഷൻ മാർക്കറാണ്. ക്രിയാറ്റിനിൻ എന്നതിൻ്റെ അളവ് വെച്ച് മാത്രമല്ല നമ്മൾ ഡയാലിസിസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ക്രിയാറ്റിനിലൂടെ നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കിഡ്നിയിൽ എത്രമാത്രം ബ്ലഡ് ഒരു മിനിറ്റിൽ ഫിൽട്ടർ ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ അളവ് കണക്കാക്കുകയും അത് 10-ൽ താഴെ എത്തുന്നു, അതിൻ്റെ കൂടെ കിഡ്നി ഫെയിലിയറിൻ്റെ സിംറ്റംസ് രോഗിക്ക് കാലിൽ നീര്, മൂത്രത്തിൻ്റെ അളവ് കുറയുക, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക, ബ്ലഡ് പ്രഷർ ക്രമാതീതമായി അധികമായിക്കൊണ്ടിരിക്കുക, അതൊരു കമ്പൈൻഡ് ആയിട്ട് ക്രിയാറ്റിനിൻ, GFR, രോഗിയുടെ സിംറ്റംസ് ഇതെല്ലാം ചേർത്താണ് നമ്മൾ ഡയാലിസിസ് ഇനീഷ്യേഷൻ പ്ലാൻ ചെയ്യുന്നത്. എങ്കിലും നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന രോഗി ക്രമേണ നമ്മൾ രോഗിയുടെ ക്രിയാറ്റിൻ്റെ അളവ് കൂടി വരുന്നു, 6 ആകുന്നു, ക്രമേണ അത് 7 ആകുന്നു, 8 ആകുന്നു എന്ന് വരുമ്പോൾ നമ്മൾ രോഗിയുടെ ഏജിനനുസരിച്ച് GFR കാൽക്കുലേറ്റ് ചെയ്ത് രോഗിക്ക് ഡയാലിസിസ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഡയാലിസിസ് എന്നത് ഹീമോ ഡയാലിസിസ് ആകാം, പെരിട്ടോണിയൽ ഡയാലിസിസ് ആകാം. ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് രക്ത ഡയാലിസിസ് ആണ്. നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ആശുപത്രിയിൽ വന്ന് മെഷീനിലൂടെ നമ്മുടെ രക്തം ഫിൽട്ടർ ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. അതാണ് രക്ത ഡയാലിസിസ്. പെരിട്ടോണിയൽ ഡയാലിസിസ് എന്നത് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്. സോ രക്ത ഡയാലിസിസ് ചൂസ് ചെയ്യുന്ന രോഗികൾക്ക് നമ്മൾക്ക് ഒരു നെക്സ്റ്റ് 6 months അവർക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്ന് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ അതിനു മുമ്പ് കയ്യിൽ AV ഫിസ്റ്റുല എന്ന ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്ത് പേഷ്യന്റിനെ ഡയാലിസിസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. പെരിട്ടോണിയൽ ഡയാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്? പെരിട്ടോണിയൽ ഡയാലിസിസ് എന്നത് കിഡ്നി ഫെയിലിയർ ആയ പേഷ്യൻസിന് ഹീമോ ഡയാലിസിസ്, പെരിട്ടോണിയൽ ഡയാലിസിസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ഈ 3 ഓപ്ഷൻസ് ആണുള്ളത്. സോ പെരിട്ടോണിയൽ ഡയാലിസിസ് എന്നത് രോഗിക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഫോം ഓഫ് ഡയാലിസിസ് ആണ്. നമ്മൾ ഹീമോ ഡയാലിസിസ് ആഴ്ചയിൽ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്ന് മെഷീനിലൂടെ ക്ലീൻ ചെയ്യുന്നതിന് പകരം ഇത് ഡെയിലി നമ്മൾ വീട്ടിൽ നമ്മുടെ വയറ്റിലെ പെരിട്ടോണിയൽ ക്യാവിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് 3 തവണ, ദിവസവും 3 തവണയോ 4 തവണയോ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയറാണ് പെരിട്ടോണിയൽ ഡയാലിസിസ്. സോ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള രോഗികൾക്ക് എല്ലാവർക്കും ഹീമോ ഡയാലിസിസ് പോലെ തന്നെ ഒരു ഓപ്ഷനായി പെരിട്ടോണിയൽ ഡയാലിസിസും കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഹീമോ ഡയാലിസിസിൽ ഒരു AV ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ പെരിട്ടോണിയൽ ഡയാലിസിസിൽ നമ്മൾ വയറിലേക്ക്, നമ്മുടെ പെരിട്ടോണിയൽ ക്യാവിറ്റിയിലേക്ക് ഒരു ട്യൂബ് ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ വഴി ഇംപ്ലാന്റ് ചെയ്യുന്നു. സോ ഈ ട്യൂബിലൂടെയാണ് നമ്മൾ ഡയാലിസിസ് ഫ്ലൂയിഡ് നമ്മുടെ വയറ്റിനുള്ളിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മളൊരു 2 ലിറ്റർ ഡയാലിസിസ് ബാഗ് നമ്മളുടെ വയറ്റിലേക്ക് ഈ ട്യൂബിലൂടെ കടത്തി വിടുന്നു. അതൊരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ പെരിട്ടോണിയൽ ക്യാവിറ്റിയിൽ കീപ്പ് ചെയ്യുന്നു. സോ ആ സമയത്ത് നമ്മുടെ ബ്ലഡിലെ യൂറിയ, ക്രിയാറ്റിനിൻ, അങ്ങനത്തെ പൊട്ടാസ്യം തുടങ്ങിയ ടോക്സിൻസ് ഈ പെരിട്ടോണിയൽ ഫ്ലൂയിഡുമായിട്ട്, ഈ ഡയാലിസിസ് ഫ്ലൂയിഡുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആഫ്റ്റർ 8 hours നമ്മൾ ആ വയറിൽ കിടക്കുന്ന ഫ്ലൂയിഡ് പുറത്തേക്ക് എടുക്കുന്നു, പുതിയ ഫ്ലൂയിഡ് വയറ്റിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പെരിട്ടോണിയൽ ക്യാവിറ്റിയിൽ വെച്ചിട്ട് നമ്മൾ ഡിഫ്യൂഷൻ എന്ന മെത്തേഡിലൂടെയാണ് ക്ലിയറൻസ് വരുന്നത്. പെരിട്ടോണിയൽ ഡയാലിസിസ് നമുക്കിപ്പോൾ ഇത്രയും ഫീസിബിൾ ആണെങ്കിലും വൈ ഇസ് ഇറ്റ് നോട്ട് കോമൺലി ഡൺ? കിഡ്നി ഫെയിലിയർ ഉള്ള രോഗികൾക്ക് ഹീമോ ഡയാലിസിസ് നമ്മൾ ഓഫർ ചെയ്യുന്നത് പോലെ തന്നെ ഈക്വലി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പെരിട്ടോണിയൽ ഡയാലിസിസ്. ചില രോഗികൾക്ക് ഹെർണിയ, വളരെ അൺകറക്റ്റബിൾ ആയിട്ടുള്ള ഹെർണിയ ഉള്ള രോഗികൾക്ക്, അല്ലെങ്കിൽ വയറിൽ മുമ്പ് വയർ സംബന്ധമായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്ത രോഗികൾക്ക് ഇത് ചെയ്യുന്നതിൽ കുറച്ച് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ടാകും. അതർവൈസ് രോഗികൾക്ക് ഹീമോ ഡയാലിസിസോ പെരിട്ടോണിയൽ ഡയാലിസിസോ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. സെയിം എഫിക്കസിയാണ് ഹീമോ ഡയാലിസിസിനും പെരിട്ടോണിയൽ ഡയാലിസിനും വരുന്നത്. പെരിട്ടോണിയൽ ഡയാലിസിസ് അതേസമയം സ്വന്തമായി വീട്ടിൽ ചെയ്യേണ്ടതാണ്. സോ അതിൻ്റെ സ്റ്റെറൈലായിട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ, അതിൻ്റെ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് നമ്മൾ എപ്പോഴും അത് വെരി സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ വയറിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയും പിന്നീട് ട്യൂബ് വർക്ക് ആവാതിരിക്കാനും നമ്മൾക്ക് ആ ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് കൃത്യമായ പെരിട്ടോണിയൽ ഡയാലിസിസ് ട്രെയിനിങ് കൊടുത്താണ് നമ്മൾ രോഗികളെ വിടുക. സോ അഗെയിൻ ഇത് 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ രോഗിയുടെ കിഡ്നി ഫെയിലിയറിൻ്റെ സ്റ്റേജിനനുസരിച്ച് 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഹീമോ ഡയാലിസിസ് അതേസമയം ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 മണിക്കൂർ രോഗി ആശുപത്രിയിൽ വന്ന് ചെയ്യുന്നതാകുമ്പോൾ ഇത് ഡെയിലി ചെയ്യേണ്ട ഒരു ഫോം ഓഫ് ഡയാലിസിസ് ആണ്. അഗൈൻ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നമുക്ക് ഈ പെരിട്ടോണിയൽ ഡയാലിസിസ് ഫ്ലൂയിഡ് നമുക്ക് ഒരു ദിവസം 3 ബാഗോ 4 ബാഗിൻ്റെയോ ആവശ്യം വരുന്നതാണ്. സോ അത് വാങ്ങിക്കാനുള്ള കോസ്റ്റും ഇതിൽ കൺസിഡർ ചെയ്യാനുള്ളതാണ്.
Thank you, Dr. Vidya, for sharing your insightful knowledge about nephrology and എന്തൊക്കെ ഡിസീസസ് ആണ് നിങ്ങൾ കവർ ചെയ്യുന്നതെന്നുള്ളത്. താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് വൈറ്റൽ വോയിസസ്. താങ്ക് യു സോ മച്ച്.